Hello guys and welcome back to yet another video. ഞാൻ CD അക്കാഡമിയിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളത്. സോ ഇന്ന് ആ ഒരു ദിവസത്തിൻ്റെ കോൺവക്കേഷൻ ഡേ ആണ്, അതായത് ഗ്രാജുവേഷൻ സെറമണി. സോ ഇന്ന് അതിൻ്റെ വ്ളോഗായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലേക്ക് കിടക്കാം. ഇത് നോക്കണ്ട, ഞാൻ ഇതിൽ ഇന്നലെ കേൾ ചെയ്ത് വെച്ചതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. മുടി കേൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ആയിട്ടായിരുന്നു വെച്ചത്. ഇനി ഇതൊന്നും ഒതുക്കി സെപ്പറേറ്റ് ഒക്കെ ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പം നമുക്ക് വേഗം റെഡി ആവാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. ഇറ്റ്സ് ടൈം ടു ഡു മൈ മേക്കപ്പ്. എന്തും തുടങ്ങുന്നതിന് മുമ്പ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഡു യുവർ സ്കിൻ കെയർ. സോ നമുക്കത് ആദ്യം ചെയ്തിട്ട് നമുക്ക് മേക്കപ്പിലേക്ക് പോകാം. സോ ഫോർ ടോണർ ഞാൻ ഈ ഒരു ഇതാണ് ഫേ ബ്യൂട്ടിയുടെ ഈ ഒരു ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലൈക്ക് കാണുമ്പോൾ തന്നെ കുറേ തീർത്തിട്ടുണ്ട്. ഫോർ ദ ലിപ് ബാം ഞാൻ ഡോക്ടർ ഫോർമുലേറ്ററുടെ ഈ ഒരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ഇവിടെ കൊടുത്തേക്ക് ഇമേജ്. ഫ്രണ്ട് ഓൾ ഐ നീഡ് സൺസ്ക്രീനാണ്. ഇത് നല്ലൊരു സൺസ്ക്രീനുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളത്. ഞാൻ എപ്പോൾ കുറച്ചെടുക്കുന്നുള്ളൂ. ഇത് സൺസ്ക്രീനും മോയ്സ്ചറൈസറും ആയതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് മാറി കിട്ടുമല്ലോ. സൺസ്ക്രീൻ ഇതൊന്ന് കുറച്ചൊന്ന് അബ്സോർബ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ പോകാം. ഫോർ ഫൗണ്ടേഷൻ ഐ ആം ഗോണ ബി ചൂസിങ് ദിസ് വൺ ഫിറ്റ്മിയുടെ. ജസ്റ്റ് വൺ പമ്പ് എടുക്കുക, വൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബേസ് ഈസ് ഓൾ ഡൺ ആൻഡ് ഇറ്റ്സ് ടൈം ടു ഡു എന്താ ഐബ്രോസ്. ഫോർ ഐബ്രോസ് ഞാൻ പാക്കിൻ്റെത് ഈ ഒരു ഷെയ്ഡും ഈ ഒരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. Now that is done, it's time to do my eyeliner. Eyeliner Maybelline ഈ കൊളോസൽ ഐലൈനർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. Now one eye is done. ഇനി തന്നെ അങ്ങനെ ഐലൈനർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. Now മസ്കാര. സോ ഫോർ മസ്കാര സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ ഞാൻ ഇതാണ് ഞാൻ ഡബിൾ ട്രബിൾ മസ്കാര അല്ലേ മാർസിൻ്റെ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്ലഷിന് ഞാൻ പാക്ക് എക്സാറ ഈ ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്യാം. കുറച്ചധികം ഇടും കാരണം സ്പെഷ്യൽ ഒക്കേഷൻ. ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഫിറ്റ്മിയുടെ ഈ ഒരു പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഫിനിഷിംഗ് പൗഡർ. കാനഡയുടെ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഓവർലൈൻ ലിപ് ലൈൻ പോലെ ചെയ്തിട്ട് അടുക്ക് ന്യൂഡ്സ് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. സോ അതാണ് ഞാൻ ചെയ്തത്. ദീസ് ആർ ദ 2 ലിപ്സ്റ്റിക്സ്. It might look crazy, but it's gonna work. നമുക്ക് ഹെയർ ഇതിലേക്ക് പോകാം. ഇത്ര ഉള്ളൂ ഞാൻ ചെയ്തത്. ജസ്റ്റ് ഒരു പെട്ടു. വേറെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തില്ല. എനിക്കിങ്ങനെ കണ്ടിടും. അത് നാച്ചുറലായിട്ട് കാര്യം. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഔട്ട്ഫിറ്റ് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഒരു വൈറ്റ് അനാർക്കലി അത് വെത്ത ഒരു റെഡ് ഷോള്, അത്രേ ഉണ്ടായുള്ളൂ. അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ്. ഇതാണ് എൻ്റെ അക്കാഡമിയിൽ ഇവിടം. ഓക്കെ, അനാമികയൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ പോയി പിക്ക് ചെയ്തിട്ടൊക്കെ വരാം. അങ്ങനെ അനാമികനൊക്കെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അക്കാഡമിയിലോട്ടൊക്കെ പോയിട്ടോ. ഒരു വലിയ കോൺവക്കേഷൻ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ സന്തോഷമായി. പിന്നെ കോട്ടും തൊപ്പിയും മെഡലും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അത് എല്ലാവരും ഇടണമെന്നും പറഞ്ഞു എല്ലാവരും ഇട്ടു.
പിന്നെ കുറേ നാൾക്ക് കണ്ടതിന് ശേഷമുള്ള എക്സൈറ്റ്മെന്റും സംസാരമൊക്കെ തന്നെയായിരുന്നു എല്ലാവരുമായിട്ടും. പിന്നെ പരിപാടി നടന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് അപ്പം തന്നെ ഞങ്ങൾ വിളിച്ചിട്ട് പുറത്തൊക്കെ ഇറക്കുകയും ചെയ്തു. നമ്മൾ ഫേമസ് 2 വ്ളോഗേഴ്സിൻ്റെ പ്ലാണ്. ഒന്ന് ഷിഫ, പിന്നെ അർജുൻ, MP അർജുൻ. അതെ, ഇത് പിന്നെ നമ്മുടെ മച്ചാനാണ്. മച്ചാനിപ്പോൾ ഇവിടെ സെറ്റിലായി, കല്യാണമൊക്കെ കഴിഞ്ഞ് മുകളിൽ നടക്കുകയാണ്. വന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ഷീണം മാറ്റാൻ ഞങ്ങൾ കുറേ ജ്യൂസും ഫ്രൂട്ടിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മെയിൻ കോൺവക്കേഷന്റെ പരിപാടിയിലേക്ക് കടന്നത്. ഫസ്റ്റ് തന്നെ ഉദയ് സാറിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചീഫ് ഗസ്റ്റ് ആയ ജിലു ജോസഫിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. പിന്നെ പ്ലഡ്ജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നേരെ അവാർഡ് സെറമണിയിലോട്ട് പോയി. സോഷ്യൽ മീഡിയ സ്റ്റാറിനുള്ള അവാർഡായിരുന്നു കേട്ടോ. അതിൽ ഞാൻ നോമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പ്രൈസ് കിട്ടിയത് അർജുനായിരുന്നു. പിന്നെ സ്റ്റാർ സ്ട്രാറ്റജിസ്റ്റിനായിരുന്നു. അതിലും ഞാൻ നോമിനേറ്റ് ആയി, പക്ഷെ പ്രൈസ് കിട്ടിയില്ല. അതും നമ്മുടെ ക്ലാസ്സിലുള്ള മിലനാണ് കേട്ടോ കിട്ടിയത്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ വിന്നേഴ്സ്. അതും ഇപ്രാവശ്യത്തെ കോൺവക്കേഷൻ. അവാർഡ് കിട്ടിയില്ലെങ്കിലും എനിക്ക് ബെസ്റ്റ് ലേണറുള്ള സർട്ടിഫിക്കറ്റും അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കും ഒരു അച്ചീവ്മെന്റ് എങ്കിലും കിട്ടിയോളോ എന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ. ഇതായിരുന്നു കേട്ടോ സർട്ടിഫിക്കറ്റ്. ബാച്ചിലത്തെ ബെസ്റ്റ് ലേണറിനാണ് കേട്ടോ കിട്ടിയത് എനിക്ക്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് ടൈം ആയി. ഞാൻ ആകെ കുറച്ച് കഴിച്ചുള്ളൂ കേട്ടോ. എനിക്ക് അത്ര വിശപ്പുണ്ടായില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കഴിക്കണേന്റെ തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നല്ല എൻജോയ് ഹാപ്പി ഒക്കെ ആയിട്ട് ഞങ്ങൾ നേരെ വാഷ്റൂമിലേക്ക് പോയി കുറച്ച് നേരം ഒന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് എൻജോയ് ഒക്കെ ചെയ്ത് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. ഇപ്രാവശ്യം റിവ്യൂ ടൈം ആയിരുന്നു. അതായത് CDയിൽ പഠിച്ചതിൻ്റെ ഒരു റിവ്യൂ പോലെ എടുക്കാനായിരുന്നു. പിന്നെ നമ്മളുടെ മെമ്മറീസ് ഒക്കെ TV-യിൽ വെച്ച് കാണിച്ചു തന്നു. ഞങ്ങൾ നല്ലൊരു ഹാപ്പി ആയി. Officially, we are going to check out from CDA. പിന്നെ എല്ലാവരും പയ്യെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നു. ഫോട്ടോ കറക്റ്റ് മാച്ച് ഞങ്ങളിവിടെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ്. ആഷിക് ഇപ്പോൾ പോയിട്ട് തിരിച്ചു ഒരു മണിക്കൂറായി പോയിട്ട്. I'm so tired and I can't open my eyes. I miss my days in CDA. The next day. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ കോൺവക്കേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ അധികം ഒന്നും വ്ളോഗ് എടുത്തിട്ടില്ല. എനിക്ക് ആ സമയത്ത് വ്ളോഗ് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല. കാരണം അത്ര ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്ത് അർജുനും ആഷിക്കും അനാമികയൊക്കെ വന്ന് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച്. ഫുഡിന് പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു. അത് കഴിച്ചിട്ട് അവരുടെ നാട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ അത്രയ്ക്ക് ക്ഷീണിച്ച് ഭയങ്കര തളർന്നു പോയി കിടക്കണായിരുന്നു. പിന്നെ ഇപ്പോൾ രാവിലെ ആയപ്പോഴാണ് ഞാൻ വ്ളോഗ് എൻ്റേതില്ല എന്നുള്ളത് ഓർത്തത്. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ്. എനിക്ക് അധികമൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട്. So hope you guys enjoyed watching this video. അപ്പോൾ അത്ര അപ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൊക്കെ ഞാൻ അവിടെ കൊടുത്തേക്കാം. So that's it for today's video. Bye bye.